നാം പാർക്കുന്ന മനോഹരമായ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന ആ സ്വാതന്ത്ര്യ ദിനമാണല്ലോ ഇന്ന്. എത്ര വലിയൊരു സന്തോഷമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യത്ത് ഇന്ത്യയിൽ പാർക്കാനും ജീവിക്കാനും വളരാനും പഠിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിമാനമായി കരുതാം. ഈ രാജ്യം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ രാജ്യത്ത് സമാധാനവും സമൃദ്ധിയും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെ നമുക്ക് ചേർന്ന് അനുഗ്രഹിക്കാം. ദൈവത്തിൽ ആശ്രയിച്ച് ഈ രാജ്യത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും സമൃദ്ധിയും എല്ലാം യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണാൻ കഴിയട്ടെ. ഈ രാജ്യത്ത് സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ ദൈവവേലക്കാരും അവരുടെ സ്ഥലങ്ങളിലെല്ലാം അവരനുഗ്രഹിക്കപ്പെടട്ടെ. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കട്ടെ. എല്ലാ സഭകളും അഭിവൃദ്ധിപ്പെടട്ടെ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. യേശു ക്രിസ്തുവിൽ ലഭിച്ച സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. അസാധ്യങ്ങൾ സാധ്യമേ தேவா உங்க வார்த்தையாலே அசாத்தியங்கள் சாத்தியமே தேவா உங்க வார்த்தையாலே அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே, அசையாத மலை கூட அசைந்திடுமே, அமராத மலை கூட அமர்ந்திடுமே. எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கு எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கு எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கு எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கு எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு, எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு. அசாத்தியங்கள் சாத்தியமே தேவா உங்க வார்த்தையாலே அசாத்தியங்கள் சாத்தியமே தேவா உங்க வார்த்தையாலே அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே, அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே. எல்லா புகழும் எல்லா கனவும் என்னில்
எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നദിയെന്ന് പറയുമ്പോൾ അതൊരു സ്വാതന്ത്ര്യമാണ്. ആ നദി നദിയുടെ ഇഷ്ടപ്രകാരം ഒഴുകുന്ന ഒന്നാണ്. എന്നാൽ അതിനെ തടഞ്ഞു നിർത്തിയാൽ അത് അതിൻ്റെ ഒഴുക്കിനെ ബാധിക്കും. യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് വലിയ ഒഴുക്കുകൾ ഉണ്ടാകും എന്നാണ്. എല്ലാ കാര്യത്തിലും യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ഒഴുക്കുകൾ, സമാധാനത്തിൻ്റെ ഒഴുക്ക്, സന്തോഷത്തിൻ്റെ ഒഴുക്ക്, അനുഗ്രഹങ്ങളുടെ ഒഴുക്ക്, സകലവിധ മാന്യതകളുടെയും ഒഴുക്ക് എന്ന് വേണ്ട. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥനയിലൊരു ഒഴുക്ക്, ജീവിതത്തിൽ ബന്ധങ്ങളിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല ഫ്ലോ ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന്. യേശു ഇത് പറയുന്നത് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിലാണ്. യേശു അവിടെ ഉത്സവത്തിന് പോയി. ഉത്സവത്തിൻ്റെ പകുതി ആയപ്പോഴാണ് യേശു ദേവാലയത്തിലെത്തിയത്. പരീശന്മാരുമായിട്ടൊരു തർക്കമൊക്കെ യേശു തർക്കിച്ചില്ല. യേശു സത്യം പറഞ്ഞു. അവർ യേശുവിനെതിരെ കുറേ സംസാരിച്ചു. അതിനെല്ലാം യേശു വ്യക്തമായി പിതാവിൽ നിന്നുള്ള മറുപടികൾ കൊടുത്തു. അതിനുശേഷം യേശു ശലോമോന്റെ മണ്ഡപത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ഇത് പറയാൻ കാരണം ഉത്സവം അവസാനിക്കുകയാണ്. ഉത്സവത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സമയം അവിടെയുള്ള ഒരു കുളത്തിൽ, ഒരുപക്ഷെ ശീലാഹാം കുളമായിരിക്കാം, ആ കുളത്തിൽ നിന്ന് മഹാപുരോഹിതൻ ഒരു സ്വർണ്ണ കുടവുമായി ആ കുളത്തിലേക്ക് ഇറങ്ങി ഒരു കുടം വെള്ളമെടുത്ത്, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് പാറയിൽ നിന്ന് ദൈവം അവർക്ക് നദിയെ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്സവത്തിൻ്റെ ഒടുവിൽ ഈ കുടത്തിലെ വെള്ളമെടുത്ത് ഈ പുരോഹിതൻ ജനങ്ങളുടെ നേരെ വെള്ളം തളിക്കുമായിരുന്നു, എറിയുമായിരുന്നു. ആ ഒരു തുള്ളി ദേഹത്ത് വീഴാൻ വേണ്ടി ജനക്കൂട്ടങ്ങൾ തിക്കും തിരക്കിലും പെട്ട് ബന്ധപ്പെടുമ്പോൾ യേശു ഇപ്പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ഒരു കുടം വെള്ളമല്ല, ഒരു കുളം വെള്ളവുമല്ല, നിങ്ങൾ കാണുന്ന കുളവുമല്ല, നിങ്ങൾ കണ്ടിട്ടുള്ള കുടവുമല്ല, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുക. എന്നിൽ വിശ്വസിക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരും. സാന്നിധ്യത്തിൽ നിന്ന് നദികൾ ഒഴുകും. അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, അന്ന് യേശു അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വരുന്ന പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന വലിയ ഒഴുക്കിനെ കുറിച്ചാണ് യേശു അന്ന് വിളിച്ചു പറഞ്ഞത്. യേശുവിൻ്റെ ഓരോ വാക്കുകളും അർത്ഥമുള്ളതും സത്യമായതും ജനങ്ങൾക്ക് ജീവൻ കൊടുക്കുന്നതുമാണ്. പിശാച് അറുക്കാനും മുടിക്കാനും കൊല്ലാനും വന്നപ്പോൾ യേശു വന്നത് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനുമാണ്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒഴുക്ക്, അനുഗ്രഹങ്ങൾക്ക് ഒരു പരിധിയിൽ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഒരു കുടമല്ല, ഒരു തുള്ളിയല്ല, ഒരു കുളമല്ല, നദിയുമല്ല, നദികൾ ബഹുവചനമാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് അനേക നദികൾ തന്നെ ചാടി പുറപ്പെടും. ഇതാണ്
ഏദനിലും സംഭവിച്ചത്. ഏദനിൽ നിന്നൊരു നദി പുറപ്പെട്ടു, അത് 4 ശാഖയായി പിരിഞ്ഞ് അത് നദികളായി മാറി. ആ നദികൾ ഒഴുകിയിടത്തെല്ലാം വിലയേറിയ പൊന്നുണ്ടായി. ഗുൽഗുലു, ഗോമേതകം എന്നിങ്ങനെ വളരെ വിലപിടിപ്പുള്ളതും ദൈവത്തിൻ്റെ ആലയത്തിലെ ആരാധനയ്ക്ക് വേണ്ടതും എല്ലാം, ദൈവത്തോട് അടുപ്പിക്കാനുള്ളതെല്ലാം അതിലുണ്ടായിരുന്നു. പൊന്ന്, തങ്കം ഇവയായിരുന്നു ദേവാലയത്തിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് ഏറ്റവും കൂടുതൽ ദൈവം നിർദ്ദേശിച്ചത്. ഗോമേതകവും ഗുൽഗുലുവും അതെല്ലാം പീശോൻ എന്ന നദി, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആ പീശോൻ എന്ന് പറയുന്ന ആദ്യത്തെ നദി ഒഴുകുന്നിടത്ത് തന്നെ ഈ നന്മകളെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. നദി ഒഴുകാൻ തുടങ്ങുമ്പോൾ, നദി ഒഴുകി മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? വിലയേറിയതെല്ലാം അവിടെ ഉണ്ടായി വരും. ഇതുപോലെ പരിശുദ്ധാത്മാവിൽ ചലിക്കുന്ന ഇടങ്ങളിൽ വിലയേറിയതെല്ലാം രൂപപ്പെടാനിടയാകും. ഇവിടെ ഇന്നിപ്പോൾ ഈ ദിവസങ്ങളിൽ 100-ലധികം ദിവസമായി 8 മണിക്കൂർ വെച്ച് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ഒരു നദി ഒഴുകുകയാണ്. 8 മണിക്കൂർ ഇങ്ങനെ ജനങ്ങൾ വരുന്നു, ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ നദി ഒഴുകാൻ തുടങ്ങിയ ശേഷം ഒത്തിരി പേരുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യമുണ്ടായി. അപ്പോൾ ദൈവവചനവും പരിശുദ്ധാത്മാവും ഒഴുകുന്ന ഒരിടത്ത് എത്ര വിലയേറിയതും ഉണ്ടായി വരും. ഏറ്റവും മൂല്യമുള്ളതെല്ലാം ഉണ്ടായി വരും. ഇന്ന് ഭൂമിയിൽ സമ്പത്തിനെ അളക്കുന്നത് തന്നെ സ്വർണം വെച്ചായിരിക്കും. അപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടും. ഇതുപോലെ നമ്മുടെ സാമ്പത്തിക നിലവാരങ്ങളെല്ലാം മാറുന്നത് പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് വലിയ ഒരു അഭിഷേകത്തിൻ്റെ ഒഴുക്കുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യം, ഞാൻ യേശുവിനെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് ഒതുങ്ങരുത്. പരിശുദ്ധാത്മാവിലുള്ള ഒരു ഒഴുക്ക് നമ്മിലുണ്ടാകണം. അവിടെയാണ് വിടുതലുകൾ നടക്കുന്നത്. 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 8:31, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയിൽ നിന്ന്. അതിന് ഒത്തിരി വർഷങ്ങളായി. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി മുതൽ അത് ആരംഭിച്ചു. അത് ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ രാജ്യം വളരെയധികം ആനന്ദത്തോടെ അത് കാണുന്നു. രാജ്യം ഇന്ന് ഏറ്റവും നല്ലൊരു പുരോഗതിയിലും എത്തി. എന്നാൽ പിശാചിൻ്റെ കയ്യിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, രാജ്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. നമുക്ക് വേണ്ടത് വ്യക്തിപരമായി പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുള്ള ഓരോ മക്കൾക്കും വേണം. അത് യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവർ അവർ പുതിയ സൃഷ്ടികളായി മാറുകയാണ്. അവരുടെ പഴയത് കഴിഞ്ഞു പോവുകയാണ്. പിശാചിന് ആ പഴയതിൻ്റെ മേലാണ് പിടിയുള്ളത്. ന്യായപ്രമാണ സംബന്ധമായി മരിച്ചാൽ പിന്നെ അതിൽ ജീവിക്കാൻ കഴിയില്ല. അപ്പം ന്യായപ്രമാണത്തിൻ്റെ കീഴെയുള്ള എല്ലാവരും മരിച്ചവരാണ്. കാരണം ന്യായപ്രമാണം നിവർത്തിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഒരുവൻ സകലതും ചെയ്തിട്ട് ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരനാണ്. അതുകൊണ്ടാണ് യേശു വന്ന് സകലതും ക്രൂശിൽ നിവർത്തിയായെന്ന് വിളിച്ചു പറഞ്ഞ് പ്രാണനെ വിട്ടത്. മോശയ്ക്ക് പോലും, എന്തിനു പറയണം, ഒരാൾക്ക് പോലും ന്യായപ്രമാണം പൂർത്തിയാക്കാൻ പറ്റിയില്ല. എന്നാൽ യേശു നിവർത്തിയാക്കിയിട്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം തന്നു. ഇപ്പോൾ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവപുത്രനായ യേശു ക്രിസ്തു എന്നെ ന്യായപ്രമാണത്തിൽ നിന്ന് വിലക്ക് വാങ്ങി, തൻ്റെ രക്തം കൊണ്ട് വിലക്ക് വാങ്ങി. ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ സ്വതന്ത്രനായി. അതിൻ്റെ അർത്ഥം ഞാൻ ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് സ്വതന്ത്രമായി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ നിന്ന് മാത്രമല്ല,
പാപത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രമായി. പാപം ചെയ്യുന്ന എല്ലാവരും പാപത്തിന്റെ ദാസനാണ്, പിശാചിന് അടിമയാണ്. ഇന്ന് എന്നെ തൊടാൻ പിശാചിന് യാതൊരു അവകാശവുമില്ല, കാരണം ഞാൻ സ്വതന്ത്രനാണ്. ക്രിസ്തു എന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു, ഞാൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഇനിയും നമ്മൾ ഈ അടിമനുഖത്തിൽ പോയി കുടുങ്ങാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. യേശു ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു, യേശുവിൻ്റെ ജീവൻ എനിക്ക് തന്നു, എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഞാനിപ്പോൾ പുതിയ സൃഷ്ടിയാണ്. ഞാനിന്ന് ന്യായപ്രമാണത്തിൻ്റെ അടിമയല്ല, കീഴയല്ല. ഞാൻ പിശാചിൻ്റെ അടിമയല്ല. പുത്രൻ എനിക്ക് സ്വാതന്ത്ര്യം തന്നു. പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞാൻ കഴുകൽപ്പെട്ടു. ഞാൻ ദൈവ പൈതലാണ്. 1 യോഹന്നാൻ 3 പറയുന്നത് പോലെ, കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നു. അതാണ് ആ ക്രൂശിൽ കാണുന്നത്. ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടോ? അതെ, കൈവിട്ടു. യേശുവിനെ പിതാവ് കൈവിട്ടു. എന്തിന്? നമ്മെ ലഭിക്കേണ്ടതിന്. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. യെശയ്യാവ് 53:10 വായിക്കുമ്പോൾ യേശുവിനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. നമുക്ക് വേണ്ടി പുത്രനെ ക്രൂശിൽ തകർത്തവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? റോമർ 8 പറയുന്നു. യേശു ക്രിസ്തു നമുക്ക് തന്ന സ്വാതന്ത്ര്യം ഇനി നമ്മെ ഒരടിമ നുഖത്തിലും പിശാചിനോ പാപത്തിനോ ലോകത്തിനോ തളക്കാൻ കഴിയില്ല. നാം സ്വതന്ത്രരാണ്, നാം കർത്താവിൻ്റെ മക്കളാണ്. മാത്രമല്ല, യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു, എന്നെപ്പോലെ മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അവൻ നിങ്ങളെ സകല സത്യത്തിലും സ്വാതന്ത്ര്യത്തോടെ വഴി നടത്തും. ഒരു ഒഴുക്കായിരിക്കും, സ്വാതന്ത്ര്യത്തിൻ്റെ ഒഴുക്ക്, ആനന്ദത്തിൻ്റെ ഒഴുക്ക്, ആഘോഷങ്ങളുടെ ഒഴുക്ക്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ പ്രാപ്തിയുള്ള ദൈവമക്കളായി മാറി സമൃദ്ധിയിലേക്കും ആനന്ദത്തിലേക്കും ഒടുവിൽ നിത്യതയിലേക്കും പോകാൻ യേശു ക്രിസ്തുവിനാൽ വേർതിരിക്കപ്പെട്ട നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിലാണ് ജീവജല നദികൾ ഉള്ളത്. അവരുടെ ഉള്ളിൽ നിന്ന് ചാടി പുറപ്പെടും. അത് ഒഴുകുന്നിടത്തെല്ലാം വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും. അതുകൊണ്ട് യേശു പറയും, എന്നിൽ വിശ്വസിക്കുന്നവർ, പുതുഭാഷകൾ പറഞ്ഞു, രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, മരിച്ചവരെ ഉയർപ്പിക്കും. യേശു പറഞ്ഞു, നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല. ചെയ്യുന്നത് നമ്മളല്ലല്ലോ, നമ്മിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഇരുന്ന് ചലിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വലിയ സ്വാതന്ത്ര്യം കർത്താവിൽ നമുക്ക് അനുഭവിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അതിനായി സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവവചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വചനം നിറയട്ടെ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, അഭിഷേകം, ഇവ ഈ ജനം അനുഭവിക്കട്ടെ. ഒരു പിശാചിനും ഒതുക്കാൻ കഴിയാതെ, പാപത്തിന് ബന്ധിക്കാൻ കഴിയാതെ, ശാപത്തിന് തൊടാൻ കഴിയാതെ ഞങ്ങൾക്ക് തന്ന എല്ലാവിധ സ്വാതന്ത്ര്യത്തെയും ഞങ്ങൾ ആഘോഷിക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ രാജ്യത്ത്, ഇന്ത്യ എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മറ്റ് എല്ലാ മന്ത്രിമാരും, കേന്ദ്രമന്ത്രിമാർ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർ, ഞങ്ങളുടെ കേരളത്തിലെ മറ്റുള്ള മന്ത്രിമാർ, എല്ലാ ഭരണകർത്താക്കളും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. അവരനുഗ്രഹിക്കപ്പെടട്ടെ. രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച്
ഈ രാജ്യത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ അവരെല്ലാവരും എല്ലാവിധ ദാരിദ്ര്യത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നെല്ലാം പുറത്തു വരട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം പിതാവാം ദൈവം വെച്ചിരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും കാവലും ഈ രാജ്യത്തിനുണ്ടാകട്ടെ. ഇത് കേൾക്കുന്ന ഓരോരുത്തരും യേശു ക്രിസ്തുവിലൂടെയുള്ള സൗഖ്യം പ്രാപിക്കട്ടെ, സമാധാനത്താൽ നിറയട്ടെ, സമൃദ്ധിയാൽ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ആനന്ദിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നദിയെ നമുക്ക് തുറന്നുവിടാം. ദേശം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ നദിയാൽ കുതിരട്ടെ, ജനങ്ങൾ സ്വതന്ത്രമാകട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.